ഇന്ന് മാർച്ച് 6 എങ്ങനെയാണ് ഗോൾഡ് മാർക്കറ്റ് മൂവ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. 4 അവറിന്റെ ചാർട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഈ ഒരു സ്വിംഗ് ഹൈനെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയി. അപ്പോൾ എന്തായി, അപ് ട്രെൻഡിലേക്ക് ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അതിനുശേഷം പ്രൈസ് റീട്രേസ് ചെയ്ത് താഴോട്ട് വന്ന് നമുക്ക് ഈ ഒരു ഡിമാൻഡ് സോണിൽ എത്തിയതിനു ശേഷം പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇന്റേണൽ സ്ട്രക്ചർ നോക്കുമ്പോൾ ഇവിടെ ഇന്റേണൽ സ്ട്രക്ചർ ഡൗൺ ട്രെൻഡിലേക്കാണ് ഷിഫ്റ്റ് വന്ന് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ആണുള്ളത്. ഒന്നല്ലെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോണിൽ ടച്ച് ചെയ്തതിനു ശേഷം പ്രൈസ് 50 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ടുള്ള അപ് ട്രെൻഡ് കിട്ടിയിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും മുകളിലേക്ക് പോകും. അതല്ലെങ്കിൽ ഈ ഒരു ഇന്റേണൽ സ്ട്രക്ചറിനെ റെസ്പെക്ട് ചെയ്ത് പ്രൈസ് ഈ ഒരു പ്രീമിയം സോണിൽ എത്തിയതിനു ശേഷം 50 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡൗൺ ട്രെൻഡ്, ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ അങ്ങനെ ഒരു ഡൗൺ ട്രെൻഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 അവറിന്റെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റിൽ കറന്റ് പ്രൈസ് ആക്ഷൻ വെച്ച് നോക്കും, നമുക്ക് ഇവിടെ ഒരു 50 മിനിറ്റ്സിന്റെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം പ്രൈസ് റീട്രേസ് ചെയ്ത് ഈ ഒരു ഡിമാൻഡ് സോണിൽ എത്തിയതിനു ശേഷം പ്രൈസ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യാനായിട്ട് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പിന് ശേഷം 50 മിനിറ്റ്സിൽ ക്ലിയർ ആയിട്ട് ഒരു ഡൗൺ ട്രെൻഡ് കിട്ടുകയാണെങ്കിൽ നമുക്ക് പിന്നെ അവിടെ സെൽ ആൻഡ് റേസ് എടുക്കാം. അതല്ല 50 മിനിറ്റ്സിൽ ഈ ഒരു അപ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലോവർ ടൈം ഫ്രെയിമിൽ ക്ലിയർ ആയിട്ടുള്ള ഒരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്ക് ബൈ ഓർഡേഴ്സ് എടുക്കാൻ പറ്റും.